സംസ്ഥാനത്ത് ലഹരിവേട്ടയിൽ കൂടുതൽ പേർ പിടിയിലായി. മലപ്പുറം കൊണ്ടോട്ടിയിൽ 50 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിലായി. ഇടക്കൊച്ചിയിൽ 5 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. മട്ടന്നൂരിൽ 220 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പിടികൂടി. കോട്ടയത്ത് പോലീസിനെ ആക്രമിച്ച ലഹരി സംഘത്തിലെ 6 പേർ കസ്റ്റഡിയിലായി. കൊല്ലത്ത് 50 ഗ്രാം MDMA-യുമായി യുവതി പിടിയിലായി. അഞ്ചാലുമൂട് പ്രാക്കുളം സ്വദേശി അനിത രവീന്ദ്രനാണ് കസ്റ്റഡിയിലായത്. മലപ്പുറം കൊണ്ടോട്ടി ഐക്കരപ്പടിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 50 കിലോ കഞ്ചാവ്. കോഴിക്കോട് ഫറൂഖ് സ്വദേശികളായ ജിബിൻ KP, ജാസിർ അമീൻ, മലപ്പുറം കൊണ്ടോട്ടി പെരിയമ്പലം സ്വദേശി ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇടക്കൊച്ചി സിയന്ന കോളേജിന് സമീപത്തെ ചതിപ്പിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 5 കിലോ കഞ്ചാവ്. കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. പള്ളുരുത്തി പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് സംഘത്തെ ആക്രമിച്ച ലഹരി സംഘത്തിലെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്ലാമറ്റം വയലായിൽ ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു ആക്രമണം. മരങ്ങാട്ടുപള്ളി സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ 220 മില്ലി ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായി. പയ്യപ്പറമ്പ് സ്വദേശി നിഷാദാണ് പിടിയിലായത്. കോഴിക്കോട് വടകരയിൽ കഞ്ചാവുമായി ദമ്പതികൾ പിടിയിലായി. വില്യാപ്പള്ളി സ്വദേശി അബ്ദുൽ കരീം, ഭാര്യ റുക്കിയ എന്നിവരാണ് എക്സൈസ് പിടിയിലായത്. ഇവരിൽ നിന്ന് 25 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. വീട്ടിൽ നിന്ന് കഞ്ചാവ് അളക്കുന്നതിനുള്ള ത്രാസും എക്സൈസ് കണ്ടെത്തി. ആലുവയിൽ വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽപ്പന നടത്തിയയാളെ എക്സൈസ് പിടികൂടി. ബംഗാൾ സ്വദേശി രജി ഷെയ്ഖിനെയാണ് പിടികൂടിയത്. 1.5 കിലോ കഞ്ചാവ് പ്രതിയിൽ നിന്നും കണ്ടെത്തി. അടൂരിൽ വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ യുവാവ് എക്സൈസ് സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അടൂർ ഏനാദിമംഗലം സ്വദേശി രഞ്ജിത്താണ് വീട്ടിൽ കഞ്ചാവ് വളർത്തിയത്. ഇയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.